പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് വേണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. വെറും 3 ചേരുവ മാത്രം യൂസ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലത്തെ ക്രീം ബിസ്ക്കറ്റാണ്, ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനിവിടെ 35 രൂപേൻ്റെ ഒരു വലിയൊരു പാക്ക്, അതിൽ ഒരു 4 എണ്ണം അല്ലാത്ത ബാക്കി മുഴുവനായിട്ടും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ചോപ്പർ എന്ന് പറയുന്നത് ലിബ്ര നമുക്ക് അയച്ചു തന്നിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇവരുടെ തന്നെ ഹാൻഡ് ബ്ലെൻഡറും അതുപോലെ തന്നെ വിസ്കും ഫ്രോദറും എല്ലാം വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലെ ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹാൻഡ് ബ്ലെൻഡറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. ഇതെല്ലാം കൂടിയും ഒറ്റ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ ഇത് നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഞാനിതാ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് അതിലോട്ട് തന്നെ വളരെ കുറച്ച് മാത്രം, ഒന്നെങ്കിൽ ഉരുക്കിയിട്ടുള്ള ബട്ടർ, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ വളരെ കുറച്ച് മാത്രം പാല്, 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മതി, അതിലും കൂടുതൽ ആവരുത് കേട്ടോ. പാല് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് ആ ഒരു ട്രേ നല്ലോണം പരത്തി കൊടുക്കുക. ഇനി ഈ ലിബ്രൻ്റെ തന്നെ വിസ്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് ബീറ്റായി വന്നാൽ നമുക്ക് ഇതൊന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ ഒരു 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ക്രീം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലോട്ട് മുഴുവനായിട്ടും അങ്ങ് നിരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ ഒരു ലൂസായിട്ടുള്ള ഒരു ക്രീമാണ്. അത് നമ്മൾ ഒരുപാട് തിക്കായിട്ട് നമുക്ക് അതിൻ്റെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലൂസാണ് എപ്പോഴും പുഡിങ്ങിന് നല്ലത്. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് നമുക്ക് ഒന്നിങ്ങ് നല്ലോണം പരത്തി കൊടുക്കുക. അത് ഇതേപോലെ ഇത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഒരെണ്ണം ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആ നേരത്തെ പൊടിച്ച പൊടിയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതാണ്, അത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ പുഡിങ് റെഡിയാണ് കേട്ടോ. ഇഷ്ടമായ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.